നമ്മളിന്ന് നോക്കുന്നത് LD ടൈപ്പിസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 42/2023. ഇതിൽ 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും 20 മലയാളം ക്വസ്റ്റ്യൻസും ഉണ്ട്. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ, മൈ ഫാദർ റെയർലി സ്മോക്ഡ് എ പൈപ്പ്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. മൈ ഫാദർ റെയർലി സ്മോക്ഡ് എ പൈപ്പ്. ഓപ്ഷൻ എ, ഡിഡ് ഹി. ഓപ്ഷൻ ബി, ഡിഡിൻ ഹി. ഓപ്ഷൻ സി, വെയർ ഹി. ഓപ്ഷൻ ഡി, വാസ് ഹി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഡിഡ് ഹി ആണ്. അതായത് തന്നിരിക്കുന്നത് ഒരു സിമ്പിൾ പാസ്റ്റ് സെന്റൻസ് ആണ്. അതുപോലെ തന്നെ റെയർലി എന്ന വേർഡ് വന്നതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നെഗറ്റീവ് സെന്റൻസിന് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. സിമ്പിൾ പാസ്റ്റ് വന്നതുകൊണ്ട് ഡിഡ് വരും. അപ്പോൾ ആൻസർ ഡിഡ് ഹി. 62ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഷീ റീച്ച്ഡ് ദെയർ ഏർലി ഷീ ഡാഷ് ഹിം. ഇഫ് ഷീ റീച്ച്ഡ് ദെയർ ഏർലി ഷീ ഡാഷ് ഹിം. ഓപ്ഷൻ എ, കുഡ് ഹാവ് മെറ്റ്. ഓപ്ഷൻ ബി, കുഡ് മെറ്റ്. ഓപ്ഷൻ സി, കുഡ് മീറ്റ്. ഓപ്ഷൻ ഡി, കുഡ് ഹാവ് മീറ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, കുഡ് മീറ്റ്. ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് ആണല്ലേ. അപ്പോൾ ഒരു കണ്ടീഷണൽ സെന്റൻസിൽ ഈഫ് ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ കണ്ടീഷണൽ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ആണ് വരേണ്ടത്. എന്താണ്? ഈഫ് ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ കണ്ടീഷണൽ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ആണ് വരേണ്ടത്. അവിടെ പിന്നെ V2 V3 ഒന്നും പാടില്ല, V1 തന്നെ വരണം. അതുകൊണ്ടാണ് ഇവിടെ കുഡ് മീറ്റ് വന്നത്. ഇഫ് ഷീ റീച്ച് ദെയർ ഏർലി ഷീ കുഡ് മീറ്റ് ഹിം. 63ാമത്തെ ക്വസ്റ്റ്യൻ, മായ മദർ വാഷ് ഹിം കെയർഫുള്ളി. ഇത് റിപ്പോർട്ടർ സ്പീച്ചിലോട്ടാക്കാനാണ്. ആൻസറിൻ്റെ പകുതിയും തന്നിട്ടുണ്ട്, ചെറിയൊരു വാക്ക് മാത്രം കൂട്ടിച്ചേർത്താൽ മതി. മായ ആസ്ക്ഡ് ഹെർ മദർ ഡാഷ് കെയർഫുള്ളി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ടു വാച്ച് ഹിം. ഇനി ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അല്ലേ, അതായത് ഒരു നിർദ്ദേശമാണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള സെന്റൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഒരു ഇമ്പറേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്താണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? പ്രധാന വേർബിന് മുമ്പ് ടു ചേർക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇമ്പറേറ്റീവ് സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ പ്രധാന വേർബിന് മുന്നിൽ ടു ചേർക്കണം. ഇവിടെ പ്രധാന വേർബ് എന്ന് പറയുന്നത് വാച്ച് ആണ്. അപ്പം റിപ്പോർട്ടർ സ്പീച്ചിൽ അത് ടു വാച്ച് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് മായ asked her mother to watch him carefully. 64ാമത്തെ ക്വസ്റ്റ്യൻ, find the part of the sentence which is incorrect. ഇവിടെ ഒരു സെന്റൻസ് പല പാർട്ടായിട്ട് തിരിച്ച് തന്നിട്ടുണ്ട്. അതിൽ എവിടെയാണ് തെറ്റുള്ളതെന്ന് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന സെന്റൻസ് ഇതാണ്, വൺ ഓഫ് ദ ബോയ്സ് ഇൻ അവർ ക്ലാസ് ഹാവ് വൺ ദ പ്രൈസ്. ABC എന്ന് തന്നിരിക്കുന്ന സെന്റൻസിനെ തിരിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദ ബോയ്സ് എ പാർട്ടാണ്, ഇൻ അവർ ക്ലാസ് ബി, ഹാവ് വൺ ദ പ്രൈസ് സി. അപ്പോൾ ഒരു സെന്റൻസിനെ തന്നെ ഇങ്ങനെ 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ഭാഗത്താണ് തെറ്റുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ വരുന്നത് പാർട്ട് സിയിലാണ് തെറ്റുള്ളത്. ഹാവ് വൺ ദ പ്രൈസ് എന്നുള്ളിടത്താണ് തെറ്റുള്ളത്. എന്തുകൊണ്ടാണ് അവിടെ തെറ്റെന്ന് പറഞ്ഞത്? നോക്കിക്കേ, ഇവിടെ സബ്ജക്റ്റ് എന്താ? വൺ ഓഫ് ആണല്ലേ. അപ്പോൾ വൺ ഓഫിൽ തുടങ്ങുന്ന ഒരു സെന്റൻസിന് സബ്ജക്റ്റ് പ്ലൂറൽ വരണം, എന്നാൽ വെർബ് സിംഗുലർ ആയിരിക്കണം. എന്താണ്? വൺ ഓഫിൽ തുടങ്ങുന്ന ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കണം, എന്നാൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ഇവിടെ വൺ ഓഫ് ദ ബോയ്സ്, അപ്പം സബ്ജക്റ്റ് ബോയ്സ് പ്ലൂറൽ ആണ്. ഇൻ അവർ ക്ലാസ് ഹാവ് വൺ ദ പ്രൈസ്. അപ്പോൾ ആ ഹാവ് ആണ് അവിടെ തെറ്റ്, അവിടെ ഹാസ് ആണ്.
വരേണ്ടത്. അതായത് ഈച്ച് ഓഫ്, വൺ ഓഫ്, നോട്ട് വൺ ഓഫ്, എ ഗ്രൂപ്പ് ഓഫ്, എവ്രി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, വൺ അമംഗ് ദ, വൺ ആൻഡ് എ ഹാഫ്. ഇവയ്ക്കൊപ്പം പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലാർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഒന്നുകൂടെ നോക്കാം. ഈച്ച് ഓഫ്, വൺ ഓഫ്, നോട്ട് വൺ ഓഫ്, എ ഗ്രൂപ്പ് ഓഫ്, എവ്രി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, വൺ അമംഗ് ദ, വൺ ആൻഡ് എ ഹാഫ്. ഇവയ്ക്കൊപ്പം പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലാർ വെർബ് ഉപയോഗിക്കണം. നമ്മുടെ തന്നിരിക്കുന്ന സെൻസിൽ വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞാൽ അത്രയും ആൺകുട്ടികളിൽ ഒരാളെന്നാണ് അർത്ഥമാക്കുന്നത്. എന്താണ്? അത്രയും ആൺകുട്ടികളിൽ ഒരാൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരാളുടെ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഹാസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 65ാമത്തെ ക്വസ്റ്റ്യൻ. ഷീ ഓൾവേസ് കീപ്സ് ഹർ റൂം ടൈഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കൺവേസ് ദ സെയിം ഐഡിയ? ഷീ ഓൾവേസ് കീപ്സ് ഹർ റൂം ടൈഡി. ഈ സെന്റൻസിന്റെ അതേ ഐഡിയ വരുന്ന സെന്റൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഷീ നെവർ കീപ്സ് ഹർ റൂം അൺടൈഡി. എന്താണ് തന്നിരിക്കുന്ന സെന്റൻസ്? അവൾ എപ്പോഴും അവളുടെ റൂം ക്ലീൻ ആക്കി വെക്കും. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഇതേ സെയിം അർത്ഥം വരുന്ന എന്താണ്? ഷീ നെവർ കീപ്സ് ഹർ റൂം അൺടൈഡി. അവൾ ഒരിക്കലും അവളുടെ റൂം അലങ്കോലപ്പെട്ട് ഇടത്തില്ല എന്ന് വെച്ചാൽ എപ്പോഴും റൂം ക്ലീൻ ആയിരിക്കും എന്ന് തന്നെയാണ് അതിനർത്ഥം, അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, ഷീ നെവർ കീപ്സ് ഹർ റൂം അൺടൈഡി. 66ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡയറക്ടർ ഹാസ് ഡിസൈഡഡ് ടു കാസ്റ്റ് എ ന്യൂ ആക്ടർ ആസ് ദ ഡാഷ് ഇൻ ഹിസ് ന്യൂ ഫിലിം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പ്രൊട്ടഗോണിസ്റ്റ് ആണ്. ദ ഡയറക്ടർ ഹാസ് ഡിസൈഡഡ് ടു കാസ്റ്റ് എ ന്യൂ ആക്ടർ ആസ് ദ പ്രൊട്ടഗണിസ്റ്റ് ഇൻ ഹിസ് ന്യൂ ഫിലിം. പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാന നടൻ എന്നാണ് അർത്ഥം. അപ്പം ഡയറക്ടർ പുതിയൊരു ആക്ടറിനെ അദ്ദേഹത്തിൻ്റെ ന്യൂ ഫിലിമിലെ പ്രധാന നടനാക്കാൻ തീരുമാനിച്ചു. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ. ദ വേർഡ് വിച്ച് മീൻസ് എ സ്റ്റുഡൻറ് വിത്ത് ദ ഹയസ്റ്റ് അക്കാദമിക് റാങ്ക് ഇൻ എ ക്ലാസ് ഈസ് ഡാഷ്. എ സ്റ്റുഡൻറ് വിത്ത് ദ ഹയസ്റ്റ് അക്കാദമിക് റാങ്ക് ഇൻ എ ക്ലാസ് എന്നതിൻ്റെ വൺ വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രീ ഡെസ്റ്റിനേറിയൻ, ഓപ്ഷൻ ബി മജോറിറ്റേറിയൻ, ഓപ്ഷൻ സി വാലിറ്റുഡിനേറിയൻ, ഓപ്ഷൻ ഡി വാലിഡിക്ടോറിയൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വാലിഡിക്ടോറിയൻ. എ സ്റ്റുഡൻറ് വിത്ത് ദ ഹയസ്റ്റ് അക്കാദമിക് റാങ്ക് ഇൻ എ ക്ലാസ്, അതിൻ്റെ വൺ വേർഡാണ് വാലിഡിക്ടോറിയൻ. ഇനി പ്രീ ഡെസ്റ്റിനേറിയൻ എന്ന് വെച്ചാൽ ആരാണ്? someone who believes in the doctrine of predestination. അതായത് വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് predestinarian. someone who believes in the doctrine of predestination is predestinarian. വിധിയിൽ വിശ്വസിക്കുന്നവൻ. ഇനി മജോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ who believes that the numerical majority of a population should have the final say in decisions. A person who believes that the numerical majority of a population should have the final say in decisions is majoritarian. ഒരു സമൂഹത്തിൽ ഭൂരിപക്ഷം പറയുന്നതാണ് നടപ്പിലാക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്നയാളാണ് മജോറിറ്റേറിയൻ. അത് നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടും. മജോറിറ്റി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം. അപ്പോൾ മജോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ഭൂരിപക്ഷം പറയുന്നതാണ് നടപ്പിലാക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നയാൾ. ഇനി വാലിറ്റുഡിനേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹൂ ഈസ് അൺഡ്വലി ആങ്ഷ്യസ് അബൌട്ട് ദെയർ ഹെൽത്ത് or who is chronically sick or weak. A person who is unduly anxious about their health or who is chronically sick or weak. അതായത് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടുന്നയാളാണ് വാലിറ്റുഡിനേറിയൻ, അല്ലെങ്കിൽ ഒരു നിത്യരോഗി. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ നിത്യരോഗി, അവർക്ക് പറയുന്ന പേരാണ് വാലിറ്റുഡിനേറിയൻ.
ഇനി 68ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ റീത്ത സേസ് ദിസ് സബ്ജക്റ്റ് ഈസ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു മീ, ഷീ മീൻസ്. വെൻ റീത്ത സേസ് ദിസ് സബ്ജക്റ്റ് ഈസ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു മീ എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ, ഇറ്റ് ഈസ് നോൺ ടു ഹെയർ. ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് ന്യൂ ടു ഹെയർ. ഓപ്ഷൻ സി, ഇറ്റ് ഈസ് ഇഗ്നോർഡ് ബൈ ഹെർ. ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് ലൈക്ഡ് ബൈ ഹെർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് ന്യൂ ടു ഹെയർ. ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്ന് പറഞ്ഞ ഒരു ഫ്രേസാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു കാര്യം, അതിനാണ് നമ്മൾ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്ന് പറയുന്നത്. 69ാമത്തെ ചോദ്യം. വിച്ച് വേർഡ് ഈസ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് അമച്വർ? വിച്ച് വേർഡ് ഈസ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് അമച്വർ? അമച്വർ എന്ന വേർഡിന്റെ സിനോണിം എഴുതാനാണ്. ഓപ്ഷൻ എ, പ്രൊഫഷണൽ. ഓപ്ഷൻ ബി, ഡിസയറബിൾ. ഓപ്ഷൻ സി, അൺവാണ്ടഡ്. ഓപ്ഷൻ ഡി, അൺസ്കിൽഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, അൺസ്കിൽഡ് ആണ്. അമച്വർ എന്ന് പറഞ്ഞാൽ അൺസ്കിൽഡ്. 70ാമത്തെ ക്വസ്റ്റ്യൻ. ഡേവിഡ് ഈറ്റ്സ് ടു മച്ച് നൗ എ ഡേയ്സ്. ഹി ഹാസ് ഡാഷ് എ ഫ്യൂ പൗണ്ട്സ് റീസെൻ്റ്ലി. അപ്പോൾ കറക്റ്റ് ഫ്രേസൽ വെർബ് ചേർക്കാനാണ്. ഓപ്ഷൻ എ, പുട്ട് അപ്പ്. ഓപ്ഷൻ ബി, പുട്ട് ഇൻ. ഓപ്ഷൻ സി, പുട്ട് ഓൺ. ഓപ്ഷൻ ഡി, പുട്ട് അസൈഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പുട്ട് ഓൺ. തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? ഡേവിഡ് ഈറ്റ്സ് ടു മച്ച് നൗ എ ഡേയ്സ്. ഹി ഹാസ് ഡാഷ് എ ഫ്യൂ പൗണ്ട്സ് റീസെൻ്റ്ലി. അപ്പോൾ ശരീരഭാരത്തെക്കുറിച്ച് പറയുന്നതാണ് തന്നിരിക്കുന്ന സെന്റൻസ്. അപ്പം ശരീരഭാരം കൂടുക എന്നതിന് ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് പുട്ട് ഓൺ. അപ്പം ഷീ ഹാസ് പുട്ട് ഓൺ എ ഫ്യൂ പൗണ്ട്സ് റീസെൻ്റ്ലി. ഇനി പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ടു റേസ് സംതിങ് എന്നാണ്. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ടു റേസ് സംതിങ്. പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ഓർ ഇൻറപ്റ്റ് ഇൻ എ കോൺവെർസേഷൻ. പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ഓർ ഇൻറപ്റ്റ് ഇൻ എ കോൺവെർസേഷൻ. പുട്ട് അസൈഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരാവശ്യത്തിനായി മാറ്റിവെക്കുക. പുട്ട് അസൈഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരാവശ്യത്തിനായി മാറ്റിവെക്കുക. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലെ 10 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. ഇനി മലയാളം നോക്കാം. 71ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായ രൂപം തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഗ്രന്ഥം. 72ാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, അത്യാവശ്യം. 73ാമത്തെ ചോദ്യം ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു. 74ാമത്തെ ചോദ്യം ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. ഈ ശൈലിക്ക് സമാനമായ തർജ്ജമ എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, കലഹത്തിന് കാരണമായത്. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന ശൈലിയുടെ അർത്ഥമാണ് കലഹത്തിന് കാരണമായത്. 75ാമത്തെ ചോദ്യം ഒറ്റപ്പദം എഴുതുക. മനസ്സിനെ രമിപ്പിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മനോരമ. മനസ്സിനെ രമിപ്പിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് മനോരമ. 76ാമത്തെ ചോദ്യം ഉദ്യോഗ സംബന്ധമായത് എന്നതിൻ്റെ ഒറ്റപ്പദം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഔദ്യോഗികം. ഉദ്യോഗ സംബന്ധമായത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ഔദ്യോഗികം. 77ാമത്തെ ചോദ്യം പുരോഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, അധോഗതി. പുരോഗതി എന്ന പദത്തിൻ്റെ വിപരീതമാണ് അധോഗതി. 78ാമത്തെ ചോദ്യം അധികം എന്ന പദത്തിൻ്റെ വിപരീതം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ന്യൂനം. അധികം, വിപരീത പദം ന്യൂനം. 79ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി. ഈ അർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത്? യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. ഓപ്ഷൻ എ, പുര കത്തുമ്പോൾ വാഴ വെട്ടുക. ഓപ്ഷൻ ബി, കടലിൽ കായം കലക്കിയ പോലെ. ഓപ്ഷൻ സി, ഉണ്ട ചോറിൽ കല്ലിടുക. ഓപ്ഷൻ ഡി, അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കടലിൽ കായം കലക്കിയ പോലെ. 81ാമത്തെ ചോദ്യം ഒറ്റപ്പദം എഴുതുക. ദർശനത്തെ സംബന്ധിച്ചത്.
ആൻസർ വരുന്നത് ഓപ്ഷൻ എ ദാർശനികം. ദർശനത്തെ സംബന്ധിച്ചത് ദാർശനികം. 82ാമത്തെ ചോദ്യം, ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിന്റെ സമാന പദം. ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിന്റെ സമാന പദം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആഹ്ലാദപ്രദം. 83ാമത്തെ ചോദ്യം, പൊൻ അധികം കുടം ചേർത്തെഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പൊൽക്കുടം. പൊൻ അധികം കുടം പൊൽക്കുടം. 84ാമത്തെ ചോദ്യം, കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കവയിത്രി. കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് കവയിത്രി. 85ാമത്തെ ചോദ്യം, യാചകി എന്ന പദത്തിന്റെ പുല്ലിംഗ പദം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ യാചകൻ. യാചകി എന്ന പദത്തിന്റെ പുല്ലിംഗ പദമാണ് യാചകൻ. 86ാമത്തെ ചോദ്യം, ഏകവചന രൂപം എടുത്തെഴുതുക. ഓപ്ഷൻ എ കവിത്രയം, ഓപ്ഷൻ ബി സംപൂജ്യർ, ഓപ്ഷൻ സി വൈദ്യർ, ഓപ്ഷൻ ഡി നമ്മൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി വൈദ്യർ. 87ാമത്തെ ചോദ്യം, പിരിച്ചെഴുതുക. നിന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ നിൻ പ്ലസ് ടു. നിന്നു എന്ന പദം പിരിച്ചെഴുതുന്നത് നിൻ പ്ലസ് ടു. 88ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസം എന്ന പദം പിരിച്ചെഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വിദ്യ പ്ലസ് അഭ്യാസം. വിദ്യാഭ്യാസം എന്ന പദം പിരിച്ചെഴുതിയാൽ വിദ്യ പ്ലസ് അഭ്യാസം. 89ാമത്തെ ചോദ്യം, വെൻ ഇൻ റോം ഡു ആസ് ദ റോമൻസ് ഡു. ഈ പഴഞ്ചൊല്ലിന് സമാനമായ മലയാള പരിഭാഷ. വെൻ ഇൻ റോം ഡു ആസ് ദ റോമൻസ് ഡു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ണൻ തിന്നണം. 90ാമത്തെ ചോദ്യം, രാമന്റെ കഥ, കൃഷ്ണന്റെ കഥ, ഈ രണ്ട് വാക്യങ്ങളെയും ഉചിതമായ ഘടകപദം ചേർത്ത് എഴുതുക. 1 ഉം 2 ഓ 3 എ. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ശരിയാണ്. രാമന്റെയും കൃഷ്ണന്റെയും കഥ എന്ന് പറയാം, രാമന്റെയോ കൃഷ്ണന്റെയോ കഥ എന്നും പറയാം. അപ്പം ഓ എന്നീ 2 ഘടകപദങ്ങളും ചേർക്കാം. അപ്പം നമ്മൾ ഇന്ന് 42/2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. LD ടൈപ്പിസ്റ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ GK പാർട്ടൊന്നും എല്ലാവർക്കും പഠിക്കേണ്ട ആവശ്യമുള്ളതല്ല, അത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. എന്നാൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അത് എല്ലാവർക്കും നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വിട്ട് കളയരുത്. GK പാർട്ട് ടൈപ്പിസ്റ്റിൻ്റെ അല്ലേ നമുക്ക് പഠിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒഴിവാക്കരുത്. അതിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും നോക്കാവുന്നതാണ്. ഇംഗ്ലീഷും മലയാളം മാത്സും പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന് പറഞ്ഞാൽ PYQ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.